അതിൽ ഏറ്റവും അപകടം KC ഒരു അസംബ്ലിയിലേക്ക് മത്സരിച്ച് ജയിക്കുക എന്നുള്ളതല്ല, ആലപ്പുഴ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് അടുത്ത ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് അവിടുത്തെ ഒരു ചോദ്യം. സാറ് പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സിന് സ്വന്തമായിട്ട് മത്സരിച്ച് വിജയിക്കാൻ ആത്മവിശ്വാസമുള്ള ഒരു മണ്ഡലം നിലവിലില്ല എന്നാണ്. ഇപ്പോൾ അങ്ങനെ ലീഗ് മത്സരിച്ചിട്ട് തോറ്റ സ്ഥലങ്ങളും ഉണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളെ കേരളം വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വരും. ഈ അടുത്ത വർഷങ്ങൾക്കുള്ളിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിട്ട മലയാളികളിൽ ഈ 2 മണ്ഡലങ്ങൾ ഇനി എവിടെയാണ് 6 മാസം കഴിഞ്ഞാൽ KC വേണുഗോപാൽ മത്സരിക്കേണ്ടത് എങ്കിൽ ആ മണ്ഡലം, അതോടൊപ്പം സ്ഥാനം ഒഴിയുന്ന MP പാർലമെൻറ്റ് മണ്ഡലമായിട്ടുള്ള ആലപ്പുഴ, അവിടെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇനി ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ KC വേണുഗോപാൽ വിജയിക്കുമോ? കോൺഗ്രസിൻ്റെ ഒരു രീതിശാസ്ത്രം ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ്? കോൺഗ്രസ്സിനെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വിജയിച്ച് വരുവാനുള്ള ഏതെങ്കിലും മണ്ഡലങ്ങൾ കേരളത്തിനകത്തുണ്ടോ? ഇപ്പോൾ KCക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള അതൃപ്തികൾ ഇത് വോട്ട് ഗണ്യമാക്കി കുറക്കുന്നതിലേക്ക് എത്തിക്കുമോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സലാം PK കല്ലായി ചേരുന്നു. സാർ, എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഭാവി? KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു തടസ്സം, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയാണ്. ഒന്ന്, ആലപ്പുഴയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമാണ് KC വേണുഗോപാൽ. രണ്ടാമത്തത്, അദ്ദേഹത്തെ അസംബ്ലിയിലേക്ക് മത്സരിക്കണം, 6 മാസത്തിനകം അസംബ്ലിയിലേക്ക് മത്സരിക്കണം. അസംബ്ലിയിലേക്ക് മത്സരിക്കണമെങ്കിൽ ഇപ്പോൾ ഒഴിഞ്ഞ ഒരു സീറ്റില്ല. നിലവിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു MLA രാജിവെച്ച് അവിടെ തിരഞ്ഞെടുപ്പിന് അവസരം ഉണ്ടാക്കണം. അങ്ങനെ തിരഞ്ഞെടുപ്പിന് അവസരം ഉണ്ടാക്കിയാൽ അത് ഏത് സീറ്റ് എന്ന ചോദ്യമുണ്ട്. ആര് ഈ ത്യാഗത്തിന് തയ്യാറാവും എന്ന ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ തന്നെ ആ സീറ്റിൽ KC മത്സരിച്ച് വിജയിക്കാൻ സാധിക്കുമോ എന്ന തുടങ്ങിയിട്ടുള്ള ചോദ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറായിരുന്നു KC വേണുഗോപാൽ. അദ്ദേഹം അവിടുത്തെ രാജ്യസഭാ അംഗത്വം രാജിവെച്ചിട്ടാണ് അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ അവിടുത്തെ രാജ്യസഭാ അംഗത്വം പോയി. ആ സ്ഥാനം പിന്നീട് കോൺഗ്രസ്സിന് കിട്ടിയിട്ടില്ല. ഒന്ന്, അന്ന് നഷ്ടമുണ്ടായി. രണ്ടാമത്, അദ്ദേഹം മത്സരിച്ചതുകൊണ്ടാണ് ആലപ്പുഴ ലോക്സഭാ സീറ്റ് UDFന് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ തൊട്ട് മുമ്പത്തെ 2019 തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ ഏക വിജയിച്ച സീറ്റ് ആലപ്പുഴയായിരുന്നു. ആരിഫ്. KC വന്നു, വിജയിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ആലപ്പുഴ KC വന്നതുകൊണ്ട് വിജയിച്ചതല്ല. അത് കണക്ക് പരിശോധിച്ചാൽ അറിയും. 2019 അവിടെ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചത് ഷാനിമോൾ ഉസ്മാനായിരുന്നു. ഷാനിമോൾ ഉസ്മാന് അവിടെ 40% വോട്ട് കിട്ടി. ജയിച്ച AM ആരിഫിന്, CPMലെ AM ആരിഫിന് 42% വോട്ടും കിട്ടി. അവിടെ അന്ന് BJP സ്ഥാനാർത്ഥിക്ക് 17% വോട്ടുണ്ടായിരുന്നു. 2024 KC വേണുഗോപാൽ മത്സരിച്ചപ്പോൾ LDF ഏറ്റവും 2019 ഒന്നാം സ്ഥാനത്ത്, അതായത് 42% വോട്ടുണ്ടായിരുന്ന LDFൻ്റെ വോട്ട് 36% താഴ്ന്നു. KC വേണുഗോപാൽ, അതായത് കോൺഗ്രസിൻ്റെ വോട്ട് 40% നിന്ന് 38% താഴുകയാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ താഴുമ്പം UDFന് കിട്ടണം. അതെ, അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് LDFന് കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ടു. UDFന് നഷ്ടപ്പെട്ട വോട്ടുകൾ താരതമ്യേന കുറവായിരുന്നു എന്നല്ലാതെ UDFനും വോട്ട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. 40 നിന്ന് 38 വന്നു. അതേ സമയത്ത് അവിടെയാണ് അതിൻ്റെ അപകടം കിടക്കുന്നത്. അതേ സമയത്ത് 17% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് 21%-ലേറെയായി വർദ്ധിച്ചു. ശോഭാ സുരേന്ദ്രൻ വലിയ ഒരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയത്. ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ KC വേണുഗോപാൽ അവിടുന്ന് രാജിവെച്ച് പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ആലപ്പുഴയിൽ നിന്ന് UDF വിജയിച്ച് കയറുക എന്നത് വലിയ ഒരു ടാസ്ക്കായി മാറും. ഇത്തവണ മാറും.
ഇത്തവണ മാറും. കാരണം അത് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കെ എസ് സിക്ക് ഒരു ഇത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ അടിച്ചേൽപ്പിക്കുന്ന ഒരാളായി കെ എസ് സി മാറി. രണ്ടാമത് ഈ ഒരു മാറ്റം വഴി ഇങ്ങനെ ഒരു മേലയിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള ഒരു ഇതൊക്കെ വഴി കോൺഗ്രസ്സിനകത്ത് ഉണ്ടാകാവുന്ന ഒരു അതൃപ്തി അത് കൂടി ബാധിച്ചാൽ പിന്നെ ജയിച്ചു കയറുന്നത് ഞാൻ ഇന്നൊരു ഒരു ട്രോൾ പോസ്റ്റ് കണ്ടത് 18 എം പിമാരുള്ള കേരളത്തിൽ നിന്ന് ഇനി 17 എം പിമാരേ ഉണ്ടാവുള്ളൂ. 102 അംഗ നിയമസഭയിൽ ഇനി 101 ആളുകളെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ തോൽപ്പിക്കും. ആ അതൃപ്തി കാര്യമുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പത്തെ ഒരു ചരിത്രം കോൺഗ്രസ്സിനുണ്ട്. ഇപ്പോൾ എ കെ ആൻ്റണി 2011 എന്താണ് 2004 2005 കരുണാകരനെ മാറ്റി എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ എ കെ ആൻ്റണിക്ക് മത്സരിക്കാൻ ഇവിടെ നിന്നൊരു സീറ്റ് കൊടുത്തത് തിരൂരങ്ങാടിയായിരുന്നു. അപ്പോൾ തിരൂരങ്ങാടിയിൽ മത്സരിച്ചാൽ യു ഡി എഫിന് ജയിപ്പിക്കാൻ കഴിയും. കാരണം അതൊരു ഉറച്ച സീറ്റാണ്. ലീഗിൻ്റെ സ്വാധീനമുള്ള ഒരു യു ഡി എഫിന് ഉറച്ച സ്വാധീനമുള്ള ഒരു സീറ്റാണ്. അങ്ങനെ ഒരു സീറ്റ് കേരളത്തിൽ കോൺഗ്രസ്സിന് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇരിക്കൂർ സജി ജോസഫിൻ്റെ സീറ്റാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഇരിക്കൂർ ഇപ്പോൾ കൽപ്പറ്റയൊക്കെ പറഞ്ഞു, പക്ഷേ അതൊന്നും സാധ്യതയില്ല, ദൂര സാധ്യതകൾ മാത്രമേ ഉള്ളൂ. കൽപ്പറ്റയ്ക്ക് എൽ ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളാണ്. പല ഘട്ടങ്ങളിൽ എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. യു ഡി എഫ് തോറ്റ മണ്ഡലങ്ങളാണ്. മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രം കൂടിയാണ്. മുസ്ലിം ലീഗുണ്ട്. അതല്ല, മുസ്ലിം ലീഗിന് ഇപ്പോൾ സഹായിക്കാമെന്ന് വെച്ചാൽ തന്നെ, ഇപ്പോൾ ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സഹായിക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ തീരുമാനമാകുമ്പോൾ ലീഗും അതിൻ്റെ ഭാഗമായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ അങ്ങനെ ലീഗ് മത്സരിച്ചിട്ട് തോറ്റ സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ ഗുരുവായൂരിൽ ലീഗ് മത്സരിച്ച് ലീഗിൻ്റെ എം എൽ എ ആയിരുന്ന പി എം അബൂബക്കർ രാജിവെച്ച ഒരു മണ്ഡലമായിരുന്നു ഗുരുവായൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് പിന്നീട് വന്നപ്പോൾ ഇട്ടി കുഞ്ഞു മുഹമ്മദ് അബ്ദുസമദ് സമദാനിയെ തോൽപ്പിച്ച് ജയിച്ചതല്ലേ. യു ഡി എഫ് ജയിച്ചൊരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പിന്നീട് വന്നപ്പോൾ എൽ ഡി എഫാണ് ജയിച്ചത്. അപ്പോൾ അത് ലീഗിന് തന്നെയും ഈ പറയുന്ന ഒരു 6-7 സീറ്റുകളിലൊക്കെയാണ് ഈ പറയുന്ന ഇത്രയും ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാൻ കഴിയുന്നത്. ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ പോലും കുറ്റിപ്പുറത്തും തിരൂരും മങ്കടയൊക്കെ പരാജയപ്പെട്ടിട്ടില്ലല്ലോ. മഞ്ചേരി പാർലമെൻറ്റ് സീറ്റിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു ജനങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ. പാർട്ടിക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാലും ഞാൻ പറഞ്ഞത് അതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം താരതമ്യേന കടുത്ത പ്രശ്നം അനുഭവിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. സാറ് പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സിന് സ്വന്തമായിട്ട് മത്സരിച്ച് വിജയിക്കാൻ ആത്മവിശ്വാസമുള്ള ഒരു മണ്ഡലം നിലവിലില്ല എന്നാണ്. അങ്ങനെ അത് നമുക്ക് എങ്ങനെ സമർത്ഥിക്കാൻ കഴിയും? കാരണം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള എറണാകുളം പോലെയുള്ള ജില്ലകളുണ്ട്. അല്ല, ഈ ഒരു മണ്ഡലം ഇപ്പം ഒന്ന് പറഞ്ഞാൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ട് കോൺഗ്രസ്സിന് മത്സരിച്ച്. കോൺഗ്രസ്സിന് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരൊറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആകെ കേരളത്തിൽ നിന്ന് ഒരേ ഒരു പാർലമെൻറ്റ് മെമ്പർ മാത്രം ജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടില്ലാത്ത മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, അസംബ്ലി മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവമായിരിക്കും. അവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ ആളുകൾ കാണുമെന്ന് പറയാം. കെ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ മത്സരിച്ചല്ലോ. കെ മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി 6 മാസത്തിനിടയിൽ MLA ആകണമെന്നുള്ളത് കൊണ്ട് വടക്കാഞ്ചേരിയിൽ നിന്നുള്ള MLA രാജിവെപ്പിച്ചിട്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്തത്. കെ മുരളീധരൻ തോറ്റുപോയി. അതാദ്യത്തെ ഒരു സംഭവമാണ്. അങ്ങനെ ഒരു കേരളത്തിലൊരു മന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് തോൽക്കുക എന്ന് പറയണത്. അപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം മത്സരിച്ചാലും ജയിപ്പിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ UDFൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ടത് നിൽക്കും. ഒരു പക്ഷേ
ജനങ്ങളും യു ഡി എഫും തമ്മിലുള്ളൊരു മത്സരമായി തന്നെയും അത് മാറിക്കൂടായികയില്ല. അത്രയും വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം ജനങ്ങൾ ഇനി ഈ പണി വേറൊരാൾ എടുക്കരുത് എന്നൊരു താക്കീത് കൂടി തീർച്ചയായിട്ടും അങ്ങനെ വരാം. എന്തിനാണ് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ചോദ്യം, എന്തിനാണ് എം എൽ എ അല്ലാത്ത ഒരാൾ 102 MLA മാരുള്ള ഒരു മുന്നണിയിൽ എന്തിനാണ് എം എൽ എ അല്ലാത്ത ഒരാൾ ഇപ്പോൾ വന്നിവിടെ മുഖ്യമന്ത്രിയാകേണ്ട കാര്യം എന്താണ്? ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കോൺഗ്രസിൻ്റെ മുമ്പിൽ, മുന്നണീൻ്റെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ടാവാം. അതിന് അവർക്ക് പല കാര്യങ്ങളുടെ പരിഗണനകളുണ്ടാവും. ആ പരിഗണനകൾ വെച്ച് KC മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ തെറ്റില്ല. പാർട്ടിക്ക് അങ്ങനെ തീരുമാനിക്കാം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് 102 ആളുണ്ടായിരിക്കെ 103-ാമത്തെ ഒരാൾ വേറൊരാൾ വന്ന് ഈ മുഖ്യമന്ത്രിയാവേണ്ട സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ചില ഏതെങ്കിലും സവിശേഷ ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഇപ്പോൾ ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ പൊളിറ്റിക്സിലില്ല, ബാധകമല്ല. ഇല്ല, രാഷ്ട്രീയ സാഹചര്യം. മുമ്പ് CH ഉദമൻ അങ്ങനെയുണ്ട്. മുമ്പ് പിന്നെ മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടായി. ഇപ്പോൾ 1967 മന്ത്രിസഭയുടെ 67 മന്ത്രിസഭ 69 ആയപ്പോൾ സപ്തകക്ഷി മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പിന്നെ CPIയുടെ അന്നത്തെ രാജ്യസഭാ മെമ്പറായിരുന്ന CH ഉദമേനോൻ രാജ്യസഭാ മെമ്പർ സ്ഥാനം ഒഴിവാക്കിയിട്ട് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയായി. ആ മുഖ്യമന്ത്രിയായിരുന്ന രാജ്യസഭാ മെമ്പറായിരുന്ന CH ഉദമേനോൻ മത്സരിക്കാൻ സീറ്റ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാം. അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. മുന്നണികളിൽ തർക്കം ഉണ്ടാവുകയും പുതിയൊരു ലീഡർഷിപ്പ് ആവശ്യമായി വരികയും ചെയ്ത ഒരു ഘട്ടത്തിലാണ്. അത് ജനങ്ങൾ കൂടി ബോധ്യപ്പെടണമല്ലോ എന്തിന് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവുമല്ലോ ജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വെല്ലുവിളിയാണ്. ജയിക്കാൻ കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വലിയൊരു ദോഷങ്ങൾ ഒന്നും പറയാവുന്ന ഒരു ആളല്ല, അങ്ങനത്തെ ഒരാൾ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനൊക്കെ വഴിയുണ്ട്. പക്ഷെ എന്നാലും അത് മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ്. അതിൽ ഏറ്റവും അപകടം ഒരു അസംബ്ലിയിലേക്ക് മത്സരിച്ച് ജയിക്കുക എന്നുള്ളതല്ല, ആലപ്പുഴ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് അടുത്ത ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് അവിടുത്തെ ഒരു ചോദ്യം. അതിന് പകരം അവിടെ പിന്നെ ഏറ്റവും തൊട്ടടുത്ത ഇമ്മീഡിയറ്റ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ഉണ്ട്. അത് ആ സാഹചര്യം എങ്ങനെ? അപ്പോൾ ആലപ്പുഴയിലാണ് ഇപ്പം LDFനും വലിയ തോതിൽ തകർച്ച ഉണ്ടായിരിക്കുന്ന ഒരു പ്രദേശമായി മാറി. ഇപ്പോൾ സുധാകരനെ പോലുള്ള ആളുകളൊക്കെ അവിടെ വെല്ലുവിളി ഉയർത്തിയ ആൾക്കാരൊക്കെ അവിടെ ജയിച്ചു. ഇപ്പോൾ AD തോമസൊക്കെ പറയുന്ന ആലപ്പുഴയിലൊക്കെ LDFൻ്റെ വളരെ ശക്തി കേന്ദ്രങ്ങൾ, കയ്യൂർ, പുന്നപ്ര, വയലാർ മേഖലകളിലൊക്കെ LDFന് CPMന് വലിയ തകർച്ച ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ആണല്ലോ ഉള്ളത്. അപ്പോൾ CPM പിറകോട്ട് പോവുകയൊക്കെ ചെയ്തതാണെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. KC വിജയിച്ചാൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പ്. പക്ഷെ KC പരാജയപ്പെട്ടാൽ കോൺഗ്രസ് എന്താകും? അതൊരു ചോദ്യമാണ്, നമ്മളാരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. KC പരാജയപ്പെട്ടാൽ KC തീർന്നില്ലേ? KC എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇനിയും സാധ്യതകളുള്ള അത് ഒറ്റവാക്കിൽ KC തീർന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ KCയെ വിശ്വാസത്തിലെടുത്ത് ഹൈക്കമാൻഡിൻ്റെ ഒരു ഓമനപുത്രനായിട്ട് അദ്ദേഹം ഇവിടെ വരികയാണ്. ഹൈക്കമാൻഡ് വെറുതെ ഇരിക്കുമോ? ഇല്ല, ഹൈക്കമാൻഡ് അവർക്ക് കഴിയാവുന്ന രീതിയിൽ പിന്നെ KCയെ പിന്തുണക്കുമായിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. KCനെ എങ്ങോട്ട് അയക്കുക അല്ലെങ്കിൽ KCയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്താൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പണ്ടെന്നത്തേക്കാളേറെ കോൺഗ്രസ് ലീഡർഷിപ്പ് വളരെ ശ്രദ്ധിക്കുന്നൊരു സ്റ്റേറ്റല്ലേ കേരളം. ഇവർ രണ്ടാളും ഇവിടെ മത്സരിക്കുന്ന സ്ഥലമല്ലേ. ഇപ്പോൾ പ്രിയങ്ക ഇവിടുത്തെ മെമ്പറാണല്ലോ. അപ്പോൾ സ്വാഭാവികം കേരളത്തിലെ എല്ലാ കാര്യങ്ങളും പൾസൊക്കെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ നന്നായിട്ട് അറിയാം. അവർ KCയെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിയാവുന്ന എല്ലാ തരത്തിലും അവരതിനെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അങ്ങനെ വന്നാൽ തന്നെയും ഒരു പരാജയമുണ്ടായാൽ, ആലപ്പുഴയിലൊരു സീറ്റ് KC മത്സരിച്ച സീറ്റ് നഷ്ടപ്പെട്ടാൽ, നിയമസഭയിലേക്ക് KC മത്സരിച്ചിട്ട് തോറ്റും കൂടി പോയാൽ
അത് ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മോശമായി തീരും. KC എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് വലിയ തോതിലുള്ള അപകടം ഉണ്ടാക്കില്ലേ. ഇപ്പം നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 3 പേരിവിടെ വന്ന് അലഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കിട്ടാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാമെന്നാണുള്ള അദ്ദേഹത്തിൻ്റെ ട്രോള്. അദ്ദേഹം എനിക്ക് തോന്നുന്നു KCക്ക് അനുകൂലമായിട്ടാണോ അത് പറഞ്ഞത് എന്ന് പോലും പലപ്പോൾ വേറൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോവും. ശരിക്കും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഇതാ മോഡി ഇടപെട്ടു കോൺഗ്രസിന് മുഖ്യമന്ത്രിയായി എന്നൊരു ടാഗൊക്കെ BJPക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കലി ഉപയോഗിക്കാം. അതെ, അത് ട്രോളാം അങ്ങനത്തെ ട്രോള് സാധ്യത. ഇപ്പോൾ ഇത് നല്ലൊരു നനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരമാവധി ആളുകൾ അത് കുഴിച്ചു നോക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം KCയെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ബോർഡ് സ്ഥാപിച്ചിട്ട് ഒരു CPM പ്രവർത്തകനെ അതെ. അപ്പോൾ അതൊക്കെ അത് സ്വാഭാവികമാണ്. അതിന് ഇട കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയമായ തന്ത്രം. അതിൽ തൽക്കാലം UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായിരുന്നാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും വരുന്ന 2 ഉപതിരഞ്ഞെടുപ്പുകൾ അത് KCയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. Waytonikah.com, the exclusive Muslim matrimonial site.